കൊച്ചി കാക്കനാട് DLF ഫ്ളാറ്റിലെ വെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. കുഴൽക്കിണറിൽ നിന്നെടുത്ത സാമ്പിളിലാണ് ബാക്ടീരിയ സാന്നിധ്യം. കുടിവെള്ള ടാങ്കറുകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളിൽ ബാക്ടീരിയ ഇല്ലെന്ന് വ്യക്തമായി. കുഴൽക്കിണറിലെ വെള്ളവും കുടിവെള്ള ടാങ്കറിലെ വെള്ളവും ഒരുമിച്ച് കലർത്തിയതാണ് ജലമലിനീകരണത്തിന് കാരണം. സൈഫുനിസ അലിയാർ നൽകും കൂടുതൽ വിവരങ്ങൾ. സൈഫുനിസ അലിയാർ, എന്താണ് അവിടെ ഉണ്ടായ യഥാർത്ഥ പ്രശ്നമെന്ന് കണ്ടെത്തിയോ? സുജയ പാർവതി, തീർച്ചയായും 30ഓളം പേർക്കാണ് DLF ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന 30ഓളം പേർക്കാണ് അതിസാരമുണ്ടായിരുന്നത്. ഛർദി, വയറിളക്കം, വൈറൽ പനി തുടങ്ങിയവയായിരുന്നു ഇവരെ ബാധിച്ചിരുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ പരിശോധനാ ഫലം റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് DLF ഫ്ളാറ്റിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ മലിനജലം കലർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മലിനജലം ഉണ്ടായിരിക്കുന്നത് കുഴൽക്കിണറിലെ വെള്ളമാണ് എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കുഴൽക്കിണറിൽ നിന്നെടുത്ത സാമ്പിളുകളിൽ ലഭിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ വിവിധ ടാങ്കറുകളിലും വെള്ളം അടിക്കുന്നുണ്ട്. പക്ഷേ ഈ ടാങ്കറുകളിൽ നിന്നുള്ള വെള്ളം പരിശോധിച്ചപ്പോൾ ഇത്തരം ബാക്ടീരിയയുടെ സാന്നിധ്യം ഉള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എറണാകുളം DMO നമ്മളോട് പറഞ്ഞത്. നിലവിൽ നടത്തിയ പരിശോധനയിൽ DLFിലെ ഈ കുഴൽക്കിണറിലെ വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന ഫിൽറ്ററിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. അതായത് നമ്മളവിടെ പോയപ്പോൾ പോലും DLFിലെ താമസക്കാർ പലരും പറഞ്ഞത് ഓറഞ്ച് നിറത്തിലുള്ള വെള്ളമാണ് പൈപ്പുകളിലൂടെ വരുന്നത് എന്നുള്ളതായിരുന്നു. അതായത് ഈ ഫിൽറ്റർ കംപ്ലൈൻ്റ് ആയിരുന്നു, പക്ഷേ നന്നാക്കിയിരുന്നില്ല. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ആരോഗ്യവകുപ്പ് DMO തന്നെ ഈ ഫിൽറ്റർ നന്നാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. അതുവരെ കുടിവെള്ള ടാങ്കറുകളിലെ വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതിയെന്നും ഈ കുഴൽക്കിണറിലെ വെള്ളം ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 4500ഓളം പേരാണ് 15 ടവറുകളായി DLF ഫ്ളാറ്റിൽ താമസിക്കുന്നത്. ഈ 4500 പേര് ഉപയോഗിക്കുന്നത് ഈ വെള്ളം തന്നെയാണ്. പക്ഷേ ഇവിടെ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം വെള്ളത്തിൽ കണ്ടെത്തിയെങ്കിലും കുറഞ്ഞ അളവിൽ മാത്രമാണ് എന്നുള്ളതാണ് DMO പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വെള്ളം ഉപയോഗിക്കുകയാണെങ്കിലും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ജൂണിലും DLF ഫ്ളാറ്റിൽ ഈ രീതിയിൽ തന്നെ അതിസാരം പടർന്നു പിടിച്ചിരുന്നു. അന്നും വെള്ളത്തിൽ മലിനജലം കലർന്നിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ ഫ്ളാറ്റ് അധികൃതർ കുടിവെള്ള ടാങ്കറുകളിൽ കൊണ്ടുവരുന്ന വെള്ളം ടാങ്കുകളിലേക്ക് നിറയ്ക്കുന്നതിനൊപ്പം തന്നെ ഈ കുഴൽക്കിണറിലെ വെള്ളം കൂടി പമ്പ് ചെയ്ത് ടാങ്കുകളിലേക്ക് അടിക്കുന്നു. ഈ രണ്ട് വെള്ളം കൂടി മിക്സ് ആകുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DMOയും ഇത് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. നിലവിൽ ഈ ഫിൽറ്ററിനുണ്ടായ കേടുപാടാണ് ഈ രീതിയിൽ മലിനജലം ടാങ്കുകളിലേക്ക് എത്താൻ കാരണം. എന്തായാലും നിലവിൽ ഈ കുഴൽക്കിണറുകളിലെ വെള്ളം ശുദ്ധീകരിക്കാനും ഒപ്പം തന്നെ ഫിൽറ്റർ കേടുപാട് മാറ്റി സ്ഥാപിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. സുജയ. ഓക്കെ, സൈഫുനിസ അലിയാറാണ് വിവരങ്ങൾ നൽകിയത്. കുടിവെള്ള ടാങ്കറുകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളിൽ ഈക്കോളി ബാക്ടീരിയ ഇല്ല എന്നതാണ് കണ്ടെത്തൽ.